പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ വാക്ക് കേട്ടും മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ മൂലവും നമ്മൾ ഇന്ന് ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം, അച്ഛാ ഞങ്ങളെക്കുറിച്ച് അവർ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്ക് സങ്കടമാണ്, ഞങ്ങൾക്ക് വിഷമാണ്, ഞങ്ങൾക്ക് വേദനയാണ്, ഞങ്ങൾക്ക് അത് ഓർത്തിട്ട് ഉറക്കമില്ല, പിന്നെ എന്തായി വെറുപ്പായി വിദ്വേഷമായി അവരെ സ്നേഹിക്കാൻ പറ്റാത്ത അനുഭവത്തിലൊക്കെ കടന്നു പോവുക. കർത്താവിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ വചനം നമുക്ക് സൗഖ്യം കിട്ടാനുള്ള വഴികളും, നമ്മളൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാൾ നമ്മൾ വെറുക്കുമ്പോൾ, ദ്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ സ്വരം ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവിൻ എന്നൊക്കെയുള്ള ദൈവസ്വരത്തെ മാനിക്കാന്നുള്ളതാണ് ഒരു ദൈവവേദന ലക്ഷ്യം, അല്ലെങ്കിൽ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിലും ഉപരിയായി മനുഷ്യന്റെ സ്വരം കേൾക്കുമ്പോൾ ഇന്ന് എത്രയോ ജീവിതങ്ങൾ തളർന്നും തകർന്നും മാനസികമായി വിഷമിച്ചും ദുഃഖത്തിലും അസ്വസ്ഥതകളിലും ആകുലതയിലും കടന്ന ദൈവസ്വരത്തെക്കാൾ ഉപരിയായി മനുഷ്യന്റെ സ്വരം, ലോകത്തിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ലോകത്തിന്റെ സകല അസ്വസ്ഥതകളും ഒരു ദൈവവേദന ഭരിക്കാൻ തുടങ്ങും.